എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പപ്പട ബോളി ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് എള്ള് ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ലൂസ് പരുവത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതായിട്ടൊന്ന് ലൂസായിട്ട് നമുക്ക് ആ മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പപ്പടവും കൂടെ എടുക്കാം. കുറച്ച് പപ്പടവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്തേക്ക് ചൂടായി വരുമ്പോഴത്തേക്കിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പപ്പടം ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പപ്പടം കരിഞ്ഞു പോകാതെ നോക്കണം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നമുക്കിത് കോരി വേറെ പ്ലേറ്റിലേക്ക് വെക്കാം. അടുത്തതും അതുപോലെ തന്നെ നമുക്ക് പപ്പടം മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പപ്പടം ഒന്ന് മൂത്ത് വരണം. ഇല്ലേ നമ്മളത് കടിക്കുമ്പോൾ ഒരു പച്ചപ്പപ്പടം കടിക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് 2 സൈഡും നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് എടുക്കണം. ബാക്കിയുള്ള പപ്പടം എല്ലാം കൂടെ നമുക്കതുപോലെ മാവിൻ്റെ അകത്തേക്ക് മുക്കി വറുത്തെടുക്കാം. പപ്പടത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുക്കുവാണെങ്കിൽ പപ്പടം നല്ലതായിട്ടൊന്ന് വീർത്ത് വരും. ബാക്കിയുള്ള എല്ലാ പപ്പടവും നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് കോരി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി എല്ലാ പപ്പടവും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. 4 മണിക്ക് കാപ്പിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പപ്പട ബോളിയാണിത്. എല്ലാവരും ഈ പപ്പട ബോളി ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.